വൈകുന്നേരം എന്താ അവക്കാഡോ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ ദിവസമായി ഒരു ഫ്രണ്ട് തന്നതാണ്. അപ്പം ദേ വീട്ടിൽ വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഇതുവരെ പഴുക്കുന്നില്ല. അങ്ങനെ ദേ 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടൊന്ന് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയപ്പോൾ മധുരമൊന്നുമില്ല, ചെറിയൊരു കയ്പ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ കുറേ നോക്കിയപ്പോഴാണ് അത് കുറച്ച് ചള്ളായി കഴിഞ്ഞാൽ കുറച്ച് കയ്പ്പുണ്ടാവും. അത് കാരണം ഞങ്ങൾ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മൾ ഷേക്ക് അടിക്കാൻ വേണ്ടി ഇതാ മിക്സിയിലോട്ട് നമ്മുടെ അവക്കാഡോനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഷേക്ക് അടിച്ച് വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഒരു പിടിയില്ല കേട്ടോ. അത് കാരണം എന്താ കുറച്ച് മധുരവും പാലൊക്കെ ഒഴിച്ചൊന്ന് അടിച്ച് നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ അവക്കാഡോ അത്യാവശ്യം എന്താ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത പോലെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കയ്പ്പെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളിത് ഏതായാലും ഷേക്ക് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലൊക്കെ ദേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് പാലൊക്കെ കേട്ടോ. അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യും, നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാൽ, ഇത് ഐസാക്കിയിട്ടുള്ള പാൽ നമുക്ക് ചെറുതാക്കി ഉടച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി പഞ്ചസാരയും അതുപോലെ തന്നെ പാലൊക്കെ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഒഴിച്ചൊന്ന് അടിച്ച് നോക്കുന്നത്. അങ്ങനെ അടിച്ച് വന്നപ്പോഴും കുറേശ്ശെ കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ചെറിയ കനപ്പ് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറേ പഞ്ചസാരയും അതുപോലെ തന്നെ പാലൊക്കെ മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ ടേസ്റ്റ്, സാധാ ടേസ്റ്റൊക്കെ വന്നു തുടങ്ങിയെങ്കിലും നമ്മൾ എല്ലാ പ്രാവശ്യവും കഴിക്കുന്ന ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഷേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഷേക്കൊക്കെ കുടിച്ച് കഴിഞ്ഞു. നല്ല അടിപൊളി ഷേക്കായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ നമ്മുടെ പറമ്പിലോട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. കാറ്റും മഴയൊക്കെ കാരണം ചവറൊക്കെ വീണാകെ നിറഞ്ഞു കിടക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് തീ കത്തിക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് കത്തിച്ചിട്ടിട്ടുണ്ട്. അപ്പുറത്തെ ഫ്രൂട്ടി അത്യാവശ്യം പഴുത്ത് വീഴുന്നുണ്ട്. ഇപ്രാവശ്യം ചെറിയൊരു കേടുണ്ട് ഫ്രാഷൻ ഫ്രൂട്ടിന്. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്കതും കേടായിട്ടാണ് കിട്ടൽ. അങ്ങനെ അവിടെ വീഴുന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ ഏതായാലും പറക്കിയെടുത്തുകൊണ്ടുള്ള ജ്യൂസോ അതുപോലെ തന്നെ സ്ക്വാഷൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടം പോലെയായിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മൾ സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വെക്കും. ഇതിൻ്റെ സീസൺ കഴിയുമ്പോൾ നമുക്ക് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്രാവശ്യം പക്ഷേ നമുക്കിങ്ങനെ ഡെയിലി ഇങ്ങനെ 1, 2 എണ്ണം 3 എണ്ണമൊക്കെ വെച്ചാൽ കിട്ടുന്നുള്ളൂ. അതാണ് സ്ക്വാഷ് ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ല. നമ്മുടെ വീട്ടിൽ മിക്കതും നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടികളാണ് കേട്ടോ. ഫ്രാഷൻ ഫ്രൂട്ടിന് നമ്മൾ ഫ്രൂട്ടി എന്നാണ് പറയൽ. യെല്ലോ കളറിലുള്ളതാണ് ഞങ്ങളുടെ വീട്ടിൽ മിക്കതും ഉണ്ടാകുന്നത്. ശരിക്കും നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ ഫീലാണ്. അത്രയും ടേസ്റ്റാണ്. അങ്ങനെ ഇത് നമ്മുടെ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ളതാണ്, നമ്മുടെ വയലറ്റ് കളർ പോലത്തെയാണ്. ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേതിൻ്റെ അത്ര പുളിയൊന്നുമില്ല, നല്ല മധുരമൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ